വൈദികന് തന്ത്രമാകാമെങ്കിൽ എന്തുകൊണ്ട് താന്ത്രികന് വൈദികവും ആകാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് തന്ത്ര ലിസ്റ്റിൽ അങ്ങയുടെ പേര് ബിജു നാരായണ ശർമ്മ എന്നാണ്. എന്നാൽ ആ പേരിലെ ശർമ്മ ആരെയൊക്കെയോ ഭയപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ ആ പേര് നീക്കം ചെയ്ത് താങ്കൾ ബിജു പി ചെറുമാൻ എന്ന പേരിട്ടു എന്നും ഞാൻ വായിക്കുകയുണ്ടായി ഫേസ്ബുക്ക് പോസ്റ്റിൽ. അപ്പോൾ പേരിൽ മാത്രം ബ്രാഹ്മണ്യമുള്ള ഈ ഒരു കാലത്ത് ചെറുമൻ തന്ത്രവിദ്യകൾ ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനതയാണോ ഇവിടെ ഉള്ളത്? അതെന്താ വെച്ചാല് ചെറുമുറക്ക് തന്നെ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ആ വിഷയത്തിൽ വരണം. കാരണം ഇപ്പോഴും ട്രഡീഷണലി ഈ ഹിന്ദു മതത്തെ കുറിച്ചിട്ട് പുറത്തുള്ളവർക്ക് അകത്തുള്ളവർക്ക് ഒരു ധാരണയില്ല. തന്ത്ര എന്ന് പറഞ്ഞൊരു വിഷയം വേറെയാണ്, വേദം എന്ന് പറഞ്ഞ വിഷയം വേറെയാണ്. വേദത്തിന്റെ അവകാശികളാണ് വൈദികന്മാരായിരിക്കുന്ന ബ്രാഹ്മണ സമൂഹങ്ങളൊക്കെ. അതിന്റെ പുറത്ത് ബ്രാഹ്മണരല്ലാത്ത എല്ലാ ആളുകളും തന്ത്രപാരമ്പര്യമുള്ളവരാണ്. അപ്പൊ തന്ത്രപാരമുള്ള നായർക്കും മീനോനും പിള്ളയ്ക്കും വാര്യക്കും പൊലയനും പറയനും ഒക്കെ ഈഴവനും അരയനും ഒക്കെ തന്ത്രം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആർക്കും അറിയില്ല. ഈ കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ആചാരവിശ്വാസം. തന്ത്രം പഠിക്കാവുന്നതേ ഉള്ളൂ ആർക്കായാലും, നല്ലൊരു ഗുരുവിന്റെ അതായത് കേരളീയ ക്ഷേത്രതന്ത്രം എന്ന് പറഞ്ഞ വ്യവസ്ഥയാണ് പഠിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും വിളക്കും തറയും ഈ ആരാധനയൊക്കെ ഉണ്ട്. അതാണ് അല്ലാണ്ട് എല്ലാവരും വേദസൂക്ത അല്ല അഗ്നിവീളയെ പുരോഹിതം യജ്ഞസ്ഥനെ ഓർത്തിച്ചൊന്നും ആരും പറയണില്ല. അല്ലെങ്കിൽ എന്റെ ദൈവേ, എന്റെ അച്ഛ, എന്റെ അമ്മേ, അല്ലെ ഭഗവതി എന്നൊക്കെ പണ്ട് വെക്കലും കൊടുക്കലും കൊടുത്തിയും തുള്ളലും വറയിലും ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ, ഹോമരൊക്കെ. ഇതാണ് തന്ത്ര. എവിടെയൊക്കെ ദീപങ്ങളും ധൂപങ്ങളും ആരാധനയും കാണുന്നു, മണിയടിയൊക്കെ കേൾക്കുന്നു, അതാണ് തന്ത്ര. നമ്മുടെ ആരാധന രീതി ഡിഫറെന്റ് ആണ് ഓരോരുത്തർക്കും. അത് നമുക്ക് തന്ത്രം അവിടെയാണ് അതാ പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ച് ജാതി എന്ന് പറഞ്ഞ വിഷയം കടന്നു വരുന്നുണ്ട്. ജാതി എന്ന വാക്ക് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ജാതിയിൽ നമ്മൾ മനുഷ്യരാണ്, അങ്ങ് സ്ത്രീയാണ്, നമ്മൾ പുരുഷനാണ്, അത്രമാത്രമേ. അല്ലാതെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള സമുദായമാണ്. സമമായി ഉദയം ചെയ്ത് ധർമ്മത്തിനുണ്ട്. ലോക കല്യാണാർത്ഥം ഓരോരുത്തരും സമമായി ഉദയം ചെയ്ത് ധർമ്മ വ്യവസ്ഥ, അതിനാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിൽ നായരോ പിള്ളയോ മേണെന്നൊക്കെ പറഞ്ഞത് ഓരോ മതങ്ങളാണ്. എന്താ വെച്ചാൽ മതം എന്ന് പറയാൻ കാരണം ഓരോ ആരാധന കൊണ്ടും ജീവിത രീതി കൊണ്ടും ഒരു വ്യത്യസ്തമായിരിക്കും. ജോലി കൊണ്ടൊന്നുമല്ല. തെങ്ങ് കാറ്റക്കാരൻ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു, പഠിച്ചിരുന്നു, കന്നൂട്ടാൻ പോയിരുന്നു, കടലിൽ പോയിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. ഇതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിരുന്നു. അല്ലാണ്ട് എല്ലാവരും ഒരു പണിയും നല്ല എടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്കൊക്കെ ഓരോ ആരാധനാമൂർത്തി, കുലദൈവം ആരാധന ഉണ്ടായിരുന്നു. അവരൊക്കെ താന്ത്രികന്മാരാണ്. ഇത് മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു വിഭാഗം മാത്രം ശ്രേഷ്ഠെന്ന് പഠിപ്പിക്കുകയാണ്. അത് അവർ ഉയർത്തി കാണിക്കും. അത് തെറ്റാണ്. എല്ലാവരും ശ്രേഷ്ഠരാണ്. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ ബ്രാഹ്മണരാക്കാൻ ശ്രമിക്കും. അത് വേണ്ട. തന്ത്രം ചെയ്യേണ്ടത് ബ്രാഹ്മണരല്ല, മനുഷ്യരായ ജ്ഞാനമുള്ള ആളുകളാണ്. അതുകൊണ്ട് ക്ഷേത്രതന്ത്രം എല്ലാവർക്കും പഠിക്കാം. കൂടാതെ ആ പഠിച്ച് ചെയ്യണമെങ്കിൽ അവനൊരു കുലദൈവോ ഒരു ഉപാസനയോ വേണം. അത് അവനെന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പറയാനായിട്ടും പൊലയനായിട്ടും നായരായിട്ടും നമ്പൂരിയായിട്ടാണ് ക്ഷേത്ര പൂജ ചെയ്യേണ്ടത്. ഇപ്പോഴും അങ്ങനെയല്ല കരുതുന്നത്. നമ്പൂരിയായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്.